ചെർപ്പുളശ്ശേരി നഗരസഭയിൽ അധികാരത്തിലെത്തിയാൽ UDF തുടങ്ങിവെച്ച സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പാക്കുമെന്നും സ്ഥലമില്ലാത്തവർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകുമെന്നും നേതാക്കൾ. ചെർപ്പുളശ്ശേരി നഗര നവീകരണം ഫലപ്രദമായില്ലെന്നും ടൗണിൽ ക്യാമറ സ്ഥാപിച്ചതിലും അഴിമതിയുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു. ജില്ലയിൽ ഒരു പ്രഥമ പാലാരിഷ്ടതകൾ പിന്നിട്ടിട്ടില്ലാത്ത ഒരു നഗരസഭ ആയിട്ട് പോലും ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും നമ്മൾക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞതിന്റെ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ അത് ജനങ്ങൾ അന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ കഴിഞ്ഞില്ല. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണമായിരുന്നു മെച്ചം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ഇന്ന കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയ ജനങ്ങൾ തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അധികാരത്തിലേറ്റുമെന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ സമ്പൂർണ്ണ ഭവന പദ്ധതി ഞങ്ങൾ തുടങ്ങി വെച്ച സമ്പൂർണ്ണ ഭവന പദ്ധതി പുനരാരംഭിക്കുകയും വീടില്ലാത്ത ആളുകൾക്ക് എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾ 5 കൊല്ലത്തിനകത്ത് വീടുകൾ കൊടുക്കുന്നതിന് ഊന്നൽ നൽകുന്ന ഒരു പ്രകടന പത്രിക അതിന്റെ പ്രകടന പത്രിക കമ്മിറ്റി UDF അതുണ്ടാക്കും, പുറത്തു വെക്കും. പക്ഷെ അതിലൊരു പ്രധാനമായൊരു ഇനം ഈ ഭവന പദ്ധതിക്കാർക്ക് ഒന്ന് അറിയിക്കണം. ഒപ്പം ഞങ്ങളൊരു വിഭാവനം ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താ ചോദിച്ചാൽ, ഇപ്പോ സ്വന്തമായ സ്ഥലമുള്ള ആളുകൾക്കാണ് നമുക്ക് വീട് കൊടുക്കാൻ പറ്റുള്ളൂ. നിലവിലുള്ള നിയമം അനുസരിച്ച് PMAY അങ്ങനെ പറ്റുള്ളൂ. സ്ഥലം സ്വകാര്യ മേഖലയിൽ നിന്ന് വാങ്ങിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ അധീനതയിലുള്ള സ്ഥലമുണ്ട്. നമ്മുടെ നഗരസഭാ പരിധിയിൽ സർക്കാർ അധീനതയിലുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലം PWയുടെ കൈവശമുണ്ട്, റവന്യൂ കൈവശമുള്ള സർക്കാർ അധീനതയിലുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവിടെ ഫ്ലാറ്റ് നിർമ്മിച്ചുകൊണ്ട് വീടും ഭൂമിയും വീടുമില്ലാത്ത ആളുകൾക്ക് ഫ്ലാറ്റുകൾ കൊടുക്കുന്ന ഒരു സമീപനം ഐക്യജനാധിപത്യ മുന്നണി ഈ സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ ഭാഗമായി കൂടി നിർവഹിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുക. കൊട്ടിഘോഷിച്ച കഴിഞ്ഞ ദിവസം പോലും ഉദ്ഘാടനം നടത്തിയ ചെർപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് ബസ്സുകൾ കയറാതെ വീണ്ടും സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറിയെന്നും UDF നേതാക്കൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഇവിടെ പറഞ്ഞു കൊട്ടിഘോഷിക്കപ്പെട്ടവർ നടത്തിയ ഒരു വികസന പ്രവർത്തനമാണ് ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്. 3 തവണ 4 തവണ ഉദ്ഘാടനം കഴിയുന്നതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇപ്പോൾ 2 ദിവസം മുമ്പേ ചെയർമാൻ നിന്ന് പൊടി വീശുന്നത് കണ്ടു. അതിന് മുമ്പേ അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് നിർവഹിച്ചു എന്ന് പറഞ്ഞു 2 കൊല്ലം മുമ്പേ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഉദ്ഘാടനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ ഒരു ബസ്സും കയറുന്നില്ല, ഒരു യാത്രക്കാരും അവിടെ വരുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഗിമ്മിക്ക് എന്ന രൂപത്തിൽ ഇപ്പോഴൊരു ഫ്ലാഗ് ഓഫ് നടത്തി എന്നല്ലാതെ ആ ബസ് സ്റ്റാൻഡ് ഒരു പ്രേതാലയമായി അനാശാസ പ്രവർത്തനങ്ങളൊക്കെ കേന്ദ്രമായി നേരത്തെ ഞാൻ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോഴത് പ്രവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ചെർപ്പുളശ്ശേരിയിലെ നഗര നവീകരണം അശാസ്ത്രീയമാണെന്നും കൂടാതെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതിയുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. ആ ക്യാമറകളുടെ പിന്നിലെ ഏതാണ്ട് 11 ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഞാൻ ആരോപിക്കുകയാണ്. കാരണം CDT സർക്കാർ ഏജൻസി അല്ലേ, അവർക്ക് എങ്ങനെ അവർക്ക് പൈസ കൊടുത്താൽ എങ്ങനെ തരാൻ പറ്റും? ഞാൻ പറഞ്ഞ ഊരാലിക്കൽ സർക്കാർ ഏജൻസി അല്ലേ. ഞങ്ങളെ ഒരു കൃത്യമായി CPIMന്റെ തന്നെ സഹയാത്രികരായിട്ടുള്ള ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാള് എന്നോട് പങ്കുവച്ച അഭിപ്രായം അനുസരിച്ച് അതിൽ സ്ഥാപിച്ച ചില കാലുകളിൽ 2 ക്യാമറ ഉണ്ട്, ചില ക്യാമറ ജംഗ്ഷനിലൊക്കെ സ്ഥാപിച്ച 3 ക്യാമറ ഉണ്ട്. അതൊരു വലിയ അഴിമതി. എന്നോട് ഞാൻ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം ലാഭത്തോടു കൂടി സ്ഥാപിക്കാവുന്ന ഒരു സംവിധാനമാണ് ഈ CDT മറയാക്കി ഇവിടെ ഭരിക്കുന്ന CPM നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. വലിയ അഴിമതിയാണ് അതിന്റെ പേരിൽ നടന്നിട്ടുള്ളത്. ചെർപ്പുളശ്ശേരിയിലെ റോഡ് വികസനത്തിന്റെ ക്രെഡിറ്റ് നഗരസഭയ്ക്കല്ലെന്നും UDF നേതാക്കൾ പറഞ്ഞു. 4 വരി പാത എന്നപ്പോ ചെർപ്പുളശ്ശേരി നഗരസഭയുടെ കീഴിൽ കോങ്ങാട് പഞ്ചായത്തും കടപ്പഴിപ്പുറം പഞ്ചായത്തും വെള്ളിനൈ പഞ്ചായത്തൊക്കെ വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ 10 കൊല്ലമായിട്ട് നഗരസഭയിലുണ്ട്. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ അതിർത്തിയൊക്കെ എനിക്കറിയാം. 33 വാർഡ് അറിയാം. അതിൽ മുണ്ടൂരും കടപ്പഴിപ്പുറം വഴി വന്നിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചെർപ്പുളശ്ശേരി നഗരസഭയുടെ പങ്കെന്നത് അത് പറയാൻ പറ്റും. ഇത് നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ പ്രളയം. ആ പ്രളയത്തില് വേൾഡ് ബാങ്കിന്റെ റീബിൽഡ് കേരള പദ്ധതി അതിൽ ഉൾപ്പെടുത്തിയിട്ട് നടത്തിയ പണിയാ. അതിന്റെ കാലാനുസൃതമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും. അത് ആര് ഭരിച്ചാലും നടക്കും. കുറെ കാര്യങ്ങൾ നടന്നേ പറ്റുള്ളൂ. ഇച്ഛാശക്തിയോടുകൂടി ജനകീയ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഭരണത്തിന്റെ കഴിവ്. ഞങ്ങൾ 4 വരി പാതക്കെതിരല്ല വരട്ടെ പരിഗണന വേണം. അതിൽ ചെറുപ്പശ്ശേരി നഗരസഭയുടെ പങ്കെന്താണെന്ന് ചോദിച്ചത്. UDF നേതാക്കളായ
കെ ആസീസ്, പി വിനോദ് കുമാർ, KM ഇസാഖ്, ഇക്ബാൽ ദുറാനി, പി അക്ബർ അലി, ടി ഹരിശങ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.